ആദ്യം നമുക്ക് ആ ഒരു പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ്സ് ടേബിൾ നോക്കാം. യുണൈറ്റഡ് എത്രാം സ്ഥാനത്ത്? 11ാം സ്ഥാനത്ത്. 5 മത്സരം കഴിഞ്ഞപ്പോഴത്തേനും 2 തോൽവി 2 ജയം 1 സമനില. ഇതാണോ നിങ്ങളുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ? നിങ്ങളുടെ യുണൈറ്റഡിനെ ഈ രീതിയിൽ കാണാനാണോ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ യുണൈറ്റഡിനെതിരെ വിമർശനം ഞാൻ പറയുമ്പോഴത്തേനും പല ആൾക്കാരും ഇവൻ യുണൈറ്റഡ് ഫാൻ അല്ല, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഫുട്ബോളിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തവനാണ്, അവൻ ട്വിറ്ററിൽ നിന്ന് കോപ്പി അടിക്കുന്നു, ഇങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങൾ, ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എപ്പോഴും നമ്മളിങ്ങനെ പൊക്കി അടിച്ചോണം, യുണൈറ്റഡ് എന്ത് കാണിച്ചാലും പൊക്കി അടിച്ചോണം. നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? സതാംപ്ടണെതിരെ ജയിക്കുമ്പോഴും അതുപോലെ തന്നെ ബാൺസ്ലി 3rd ഡിവിഷനിൽ കളിക്കുന്ന ബാൺസ്ലിക്കെതിരെ ജയിക്കുമ്പോഴൊക്കെ നമ്മളുണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിക്കണം എന്നാണ് ചില ആൾക്കാരുടെ പറച്ചിൽ. എൻ്റെ എക്സ്പെക്റ്റേഷൻ ഏതായാലും ഇതല്ല. പഴയ യുണൈറ്റഡ് അല്ല എന്ന് പറഞ്ഞാലും നമുക്കൊരു മിനിമം യുണൈറ്റഡ് പോണത്തെ ടീമിൽ നിന്നൊരു മിനിമം എക്സ്പെക്റ്റേഷനൊക്കെ വേണ്ടേ? അപ്പോൾ ഇന്നത്തെ മാച്ച് ഫസ്റ്റ് ഹാഫിൽ 5 വലിയ ചാൻസസ് അല്ലെങ്കിൽ 5 ബിഗ് ചാൻസസ് ആണ് യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തത്. 5 എണ്ണവും മിസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 5 വലിയ ചാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ രണ്ട് പോട്ട് അറ്റ്ലീസ്റ്റ് 1 ഗോളെങ്കിലും ഇവന്മാർക്ക് ആർക്കെങ്കിലും സ്കോർ ചെയ്യരുതോ? പിന്നെ എന്നാത്തിന് ഇവന്മാർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നത്? ഫസ്റ്റ് ഹാഫിൽ തന്നെ നിങ്ങൾ നോക്കിയോ, 45ാമത്തെ മിനിറ്റിലാണ് ക്രിസ്റ്റൽ പാലസ് ഒരു പ്രോപ്പർ അറ്റാക്ക് നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോക്സിനുള്ളിൽ അവർക്കൊരു ടച്ച് കിട്ടുന്നത് 45ാമത്തെ മിനിറ്റിൽ. അത്രയ്ക്കും ഭയങ്കര ഡോമിനേഷൻ നമ്മൾ നടത്തിയിട്ടും ഒരു ഗോള് പോലും നമ്മൾ സ്കോർ ചെയ്തില്ല. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ക്രിസ്റ്റൽ പാലസ് കുറച്ചുകൂടെ ഉണർന്ന് കളിക്കാൻ തുടങ്ങി. നമ്മുടെ പ്ലെയേഴ്സ് ടയേർഡായി തുടങ്ങി. നമ്മുടെ കയ്യിൽ നിന്ന് ഗെയിമിൻ്റെ കൺട്രോൾ പോയി എന്ന് കണ്ടപ്പം നമ്മുടെ ടെൻ ഹാഗ് അളിയൻ അവതരിക്കുന്നത് അവിടെയാണ്. ടെൻ ഹാഗ് അളിയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഹാഗിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇത് ഞാൻ കഴിഞ്ഞ സീസണിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ടെൻ ഹാഗിൻ്റെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ്. ഇത് പറഞ്ഞ് എൻ്റെ നാക്ക് തഴമ്പിച്ചു, നിങ്ങളുടെ ചെവിയും തഴമ്പിച്ചാണ് കേട്ട്. എന്നാലും ടെൻ ഹാഗ് ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല. ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ, നമ്മൾ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് സെറിക്സിയെ മാറ്റിയിട്ട് റാഷ്ഫോർഡ് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് റാഷ്ഫോർഡിനെ കൊണ്ട് ആ ഒരു സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചിട്ട് 10 മിനിറ്റ് ചുമ്മാ വേസ്റ്റ് ചെയ്തു. അന്നേരം ടെൻ ഹാഗിൻ്റെ ബുദ്ധിയിൽ വേറൊരു സംഭവം ഉദിച്ചു. എന്നാൽ പിന്നെ നമുക്ക് അമാദിനെയും കൂടെ അങ്ങ് സബ് ചെയ്തേക്കാമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച നമ്മുടെ ഫോർവേഡ് അമാദാണ്. അത്രയും നേരം വരെ ഏറ്റവും നന്നായിട്ട് കളിച്ച അമാദ് ആണ്. അപ്പോൾ അമാദിനെയും പിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഗർനാച്ചോ ഒരു സൈഡിൽ, റാഷ്ഫോർഡ് വേറൊരു സൈഡിൽ, പിന്നെ ഹോയിലൻഡിനെ കൂടെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തീർന്നു. ശരിക്കും പറഞ്ഞാൽ സിർക്സി, എറിക്സൺ, അമാദ്, നമ്മുടെ ടെക്നിക്കലി ഏറ്റവും സ്കിൽഫുള്ളായിട്ടുള്ള ഈ 3 കളിക്കാരെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഗെയിമിലുള്ള കൺട്രോളും കൂടെ പോയി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗർനാച്ചോ ഉണ്ടല്ലോ, കഴിഞ്ഞ മാച്ചിൽ 90 മിനിറ്റ് കളിച്ച് ഈ മാച്ച് ഏകദേശം 60 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും പുള്ളി നടുവിന് കൈയൊക്കെ കൊടുത്ത് ആകെ അവശത കാണിക്കുന്നുണ്ട്. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് ഗർനാച്ചോ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, എന്നാലും ഗർനാച്ചോ മാറ്റത്തില്ല. പിന്നെ ബ്രൂണോ ഇന്നത്തെ ഗെയിം ശരിക്കും നമ്മുടെ നല്ല ഒത്തിരി മൂവ്മെൻറ്റ്സ് ആ ഒരു ഫൈനൽ തേർഡിൽ കൊളവാക്കിയ മനുഷ്യനാണ് ബ്രൂണോ. അങ്ങനത്തെ മനുഷ്യനെയൊക്കെ സബ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കണം മാഷേ, അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇവിടെ പിടിച്ചു നിൽക്കത്തില്ല. അലക്സ് ഫെർഗ്യൂസണൊക്കെ ആ ഒരു ചങ്കൂറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മനുഷ്യനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലെജൻഡറി മാനേജറായത്. ഇപ്പോൾ ഈ രീതിയിൽ പേടിച്ച് പ്ലെയേഴ്സിനെ പേടിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു പ്ലെയർ മത്സരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ മോശമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യനെ എടുത്ത് മാറ്റാനുള്ള ആ ഒരു കമാൻഡിങ് പവർ ആ ഒരു മാനേജറിന് വേണം. പിന്നെ മാച്ചൊക്കെ അവസാനിക്കാറായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബാക്കിൽ നിന്ന് ഒരു പാസ് ഫ്രണ്ടിലോട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 2 ബാക്ക് പാസ് ബാക്കിലോട്ട് കളിക്കും. അപ്പോൾ ആ രീതി ചുമ്മാ സമയം വേസ്റ്റ് ചെയ്ത് എങ്ങനെയാലും ഒരു ഡ്രോ. സെൽഹോസ്റ്റ് പാർക്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 4-0 തോറ്റു, ഈ പ്രാവശ്യം ഞങ്ങൾ സമനില പിടിച്ചു, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇവന്മാർ മരിച്ച് കടന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ കുറേയും കൂടെ ആ ഒരു ഫൈനൽ തേർഡിലോട്ട് പെട്ടെന്ന് ലോങ് പാസസ് കളിക്കുകയോ ക്രോസസ് ഇടുകയോ. അപ്പോൾ ആ രീതിയിൽ ക്രിസ്റ്റൽ പാലസിന് ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇവന്മാർ ശ്രമിക്കുന്നില്ല. യുണൈറ്റഡ് എപ്പോഴും ത്രെട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ നോക്കിയോ, ഏറ്റവും മാക്സിമം ആ ഒരു ഡയറക്ട്നെസ് യുണൈറ്റഡിൻ്റെ ഗെയിമിൽ കൊണ്ടുവരുമ്പോഴാണ് യുണൈറ്റഡ് ത്രെട്ടനിങ് ആകുന്നത്. ആ ഒരു ഗർനാച്ചോടെ റൺസിനെ ഫൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോക്സിലോട്ട് ക്രോസസ് വരുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ത്രെട്ട് മാക്സിമം കുറച്ച് പാസസ് കളിച്ച് പെട്ടെന്ന് ആ ഒരു ഫൈനൽ തേർഡിലോട്ട് ബോൾ അല്ലെങ്കിൽ ക്രോസസ് അങ്ങോട്ട് പന്ത് എത്തിക്കുമ്പോഴാണ് നമ്മൾ ഡേഞ്ചറസ് ആകുന്നത്. ആ സ്പേസസിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡേഞ്ചറസ് ആകുന്നത്. അപ്പോൾ ഇതിനൊന്നും ട്രൈ ചെയ്യാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കളിച്ച് ഗെയിം എങ്ങനെയും കൊല്ലണം. ക്രിസ്റ്റൽ പാലസിനെ സംബന്ധിച്ച് അവർക്കൊരു പ്രശ്നമൊന്നുമില്ല. ക്രിസ്റ്റൽ പാലസിനെ സംബന്ധിച്ച് അവർക്ക് ഈ മത്സരം യുണൈറ്റഡിനെതിരെ സമനില പിടിക്കാന്ന് പറയുന്നത് അവർക്ക് വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഇന്നത്തെ മാച്ചിലുണ്ടല്ലോ ഒലീസായി ബഹയണിൽ പോയ ഒലീസ ഇന്നത്തെ മാച്ചിലുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഇന്നും കൊന്നേനെ. അപ്പോൾ അവർക്ക് കിട്ടിയ ചാൻസ്, ഇപ്പം ഒനാന, ഞാൻ ഇന്നലെ കഴിഞ്ഞ റിവ്യൂവിൽ ഒനാന ഞാൻ ചീത്ത വിളിച്ചു. ആ മനുഷ്യനാണ് ഇന്ന് നമ്മളെ രക്ഷിച്ചത്. ആ മനുഷ്യനാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ ചിലർ പറയും പ്ലേയേഴ്സിനെ
ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മെയിൻ ഉത്തരവാദി പ്ലെയേഴ്സ് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രീമിയർ ലീഗിൽ ഒരു ആവറേജ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസസ് മിസ് ചെയ്ത ടീം എന്ന് പറയുന്നത് നമ്മളാണ്, യുണൈറ്റഡ് ആണ്. 17 ബിഗ് ചാൻസസ് ആണ് യുണൈറ്റഡ് ഇതുവരെയായിട്ടും ഈ സീസണിൽ മിസ് ചെയ്തത്. അത് യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സിൻ്റെ കഴിവുകേടാണ്. ടെൻ ഹാഗിനെ നമുക്ക് അതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ടെൻ ഹാഗിനോടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഗെയിം മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഗെയിമിൻ്റെ കൺട്രോൾ പോകുമ്പോൾ അതിനെ തിരിച്ച് പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താതെ പ്യുവർ മണ്ടത്തരം സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. ആ കാര്യത്തിലാണ് ടെൻ ഹാഗിനോട് എനിക്ക് വിരോധം ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ പറയും. ഇനിയിപ്പോൾ ടെൻ ഹാഗിനെയും പ്ലേയേഴ്സിനൊക്കെ ഇനി സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ടെൻ ഹാഗിന് ഒരു 500 മില്യൺ പൗണ്ട്സും കൂടെ പുള്ളിക്ക് കൊടുത്ത് പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. ടോട്ടൻഹാം നമ്മളെ കാത്തിരിപ്പുണ്ട് അടുത്ത ആഴ്ച എന്നായി തീരുമോ. ശരി.